ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വാക്കിലോതി വളർന്നു മലയാളം. സാഹിത്യത്തിന്റെ നിറവ്. എത്ര സുന്ദരം എന്റെ മലയാളം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ RS രാജീവ്. ഒരു സ്വർണമാലിക പോൽ. സാഹിത്യത്തിൻ്റെ നിറവ് ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസിഗർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ജീവിത ദർശനത്തെയും കാവ്യദർശനത്തെയും അടയാളപ്പെടുത്തിയ ഇന്ന് ഞാൻ നാളെ നീ എന്ന കവിതയെക്കുറിച്ചുള്ള പരിപാടിയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നിരന്നോർമ്മയിൽ. പാതവക്കത്തെ മരത്തിൻ കരിനിഴൽ പ്രേതം കണക്കെ ക്ഷണത്താൽ വളരവേ, എത്രയും പേടിച്ചരണ്ട ചില ശുഷ്കപത്രങ്ങൾ മോഹം കലർന്നു പതിക്കവേ, ആസന്ന മൃത്യുവാം നിശ്ചേഷ്ടമാരുതൻ ശ്വാസമിടക്കിടയ്ക്കാഞ്ഞു വലിക്കവേ, താരകരത്നഖചിതമാം പട്ടിനാൽ പാരമലങ്കൃതമായ വിൺപെട്ടിയിൽ ചത്ത പകലിൻ ശവം വെച്ചെടുപ്പതിനാത്ത മൗനം നാലു ദിക്കുകൾ നിൽക്കവേ, തൻ പിതാവിൻ ശവപ്പെട്ടിമേൽ ചുംബിച്ച് കമ്പിതഗാത്രിയായ അന്തിമൂർച്ഛിക്കവേ, ജീവിതം പോലെ രണ്ടറ്റവും കാണാത്തൊരാ വഴിയിങ്കൽ തനിച്ചു ഞാൻ നിന്നുപോയി. കവിത്രയാനന്തര കവിതയിലെ ഉജ്ജ്വല നക്ഷത്രമാണ് ജി ശങ്കരക്കുറുപ്പ്. ഒരു നവഭാവുകത്വ സൃഷ്ടിക്ക് കളമൊരുക്കിയ ഈ കവി രചനാരീതിയിലും ദർശനബോധത്തിലും അങ്ങേയറ്റം മൗലികത പുലർത്തി. കവിതയുടെ സാങ്കേതിക മികവിൽ ശ്രദ്ധ പുലർത്തിയ ജിയുടെ കവിതകൾ എല്ലാം ഉത്തമ കവിതയുടെ മാതൃകകളായി മാറി. ആസ്തിക്യബോധവും മൃത്യുബോധവും ഈ കവിയുടെ ജീവിതത്തിൻ്റെയും കവിതയുടെയും അവിഭാജ്യ ഘടകമായി മാറി. ജിയുടെ കവിതകളിലെ മിസ്റ്റിസിസത്തെ രൂപപ്പെടുത്തിയതിൽ മൃത്യുബോധത്തിന് നിർണായക പങ്കുണ്ട്. ഇന്ന് ഞാൻ നാളെ നീ എന്ന ആദ്യകാല കവിതയിൽ നിന്ന് അവസാനകാല കവിതയായ അന്തിമൺമുകിലിൽ എത്തിയപ്പോൾ വന്ന ദാർശനിക പരിണാമത്തിന് കാരണവും ഈ ആസ്തിക്യബോധം തന്നെ. ഒന്ന് നളിഞ്ഞു ഞാൻ എന്ന് ഇന്ന് ഞാൻ നാളെ നീ എന്ന കവിതയിൽ പാടിയ കവി, ഭീരു ജീവിതത്തെക്കാൾ ധന്യധന്യമാ മൃത്യു, ആരും മോഹിക്കില്ല അഭിമാനമാണതോർക്കുമ്പോൾ എന്ന് ആത്മസംയനത്തോടെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. തൻ പിതാവിൻ ശവപ്പെട്ടിമേൽ ചുംബിച്ചു കമ്പിത ഗാത്രിയായന്തിമൂർച്ഛിക്കവേ, ജീവിതം പോലെ രണ്ടറ്റവും കാണാത്തൊരാവഴിയിങ്കൽ തനിച്ചു ഞാൻ നിന്നുപോയി. പക്ഷികൾ പാടിയില്ലാടിയില്ലാലീലയുക്ഷിതി തന്നെ മരവിച്ച പോലെയാ. ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നിതെന്നോർമ്മയിൽ. ഇന്നു ഞാൻ നാളെ നീ. ഒരു ദിവസത്തിൻ്റെ അന്ത്യത്തെ ഒരു മനുഷ്യജീവിതത്തിൻ്റെ അവസാനവുമായി ബന്ധപ്പെടുത്തുന്ന രൂപഘടനയാണ് ഈ കവിതയിലേത്. പകലിനെ പിതാവായിട്ടും സന്ധ്യയെ മകളായിട്ടും സങ്കല്പിക്കുന്ന കവി ജീവിതം പോലെ രണ്ടറ്റവും കാണാത്ത വഴിയിൽ നിന്നുകൊണ്ട് മനുഷ്യജീവിതത്തിലെ സർവപ്രവൃത്തികളെയും സ്വാധീനിക്കുന്ന മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു.
ആ സമയത്ത് കടന്നുപോകുന്ന ശവസംസ്കാര യാത്രയുടെ ചിത്രം കവിതയിലെ ഭാവഘടനയെ ശക്തിപ്പെടുത്തുന്നു. കുഞ്ഞിൻ്റെ കരച്ചിലും ഭാര്യയുടെ നെഞ്ചെടുപ്പുമല്ലാതെ പൂവർഷമോ ശബ്ദകോലാഹലങ്ങളോ ഒന്നുമില്ലാതെ കടന്നുപോകുന്ന ഒരു ദരിദ്രന്റെ ജീവിതയാത്രയുടെ അന്ത്യത്തിൻ്റെ ചിത്രം ഈ കവിതയിലെ ഭാവസംക്രമണത്തിന് സഹായിക്കുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയവും ഉജ്ജ്വലവുമായ ചിത്രമാണ് ഏറ്റവും അവസാനം നാം കാണുന്നത്. ശവപ്പെട്ടിമേൽ എഴുതിയിരിക്കുന്ന ഇന്ന് ഞാൻ നാളെ നീ എന്ന 6 അക്ഷരത്തെ ഭാവസംവാഹക ശക്തിയുള്ള ഒരു ബിംബമായി കവി മാറ്റിയിരിക്കുന്നു. പക്ഷികൾ പാടിയില്ല, ആടിയില്ലാലില, ഇക്ഷിതി തന്നെ മരവിച്ച പോലെയായി. അന്തികത്തുള്ളൊരു പള്ളിയിൽ നിന്നുടൻ പൊന്തി നാം നാം എന്നു ദീനം മണിസ്വനം. 2000 ആണ്ടുകൾക്കപ്പുറത്തുണ്ടായൊരാ മഹാത്യാഗത്തെ ഇപ്പോഴും മൂകമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കും ഏകമുഖമാം കുരിശിനെ മുത്തുവാൻ ആരാലിറങ്ങി വരും ചില മാലാഖമാരായി വരാം കണ്ട തൂവെൺമുകിലുകൾ. പാപം ഹരിച്ചു പാരിന്നു വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശേ ജയിക്കുക. പാപം ഹരിച്ചു പാരിഞ്ഞു വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശേ ജയിക്കുക. ആ വഴി പദവും അർത്ഥവും അലങ്കാരവും ബിംബവും എല്ലാം കൃത്യമായ അനുപാതത്തിൽ പരസ്പരം പൊരുത്തപ്പെട്ടു നിൽക്കുന്ന ഈ കവിത ലക്ഷണമൊത്ത ഒരു ഭാവഗീതമാണ്. ഭാവഗീതത്തിന് സഹജമായ ഭാവവികാസത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഇന്ന് ഞാൻ നാളെ നീ എന്ന കവിത നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്നത്. മൃത്യുബോധം ഉണ്ടാക്കുന്ന സന്ത്രാസം നമ്മുടെ ഹൃദയത്തിലും നിറയുന്നു. സമൂഹത്തിലെ സംഭവങ്ങളെ വൈയക്തികമാക്കി ആവിഷ്കരിക്കാനുള്ള ജിയുടെ കഴിവിനെക്കുറിച്ച് ഡോക്ടർ ഡി ബെഞ്ചമിൻ ഒരിടത്ത് പറഞ്ഞു. പ്രാദേശികവും അന്തർദേശീയവുമായ സംഭവങ്ങളോട് ആത്മനിഷ്ഠമായി സർഗാത്മകമായി അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. സാമൂഹിക അനുഭവങ്ങളെ വൈയക്തിക അനുഭവങ്ങളാക്കി മാറ്റാൻ കഴിഞ്ഞതുകൊണ്ടാണ് ജിയുടെ കാവ്യലോകത്തിന് ഇത്ര വൈപുല്യവും വൈചിത്ര്യവും ഉണ്ടായത്. ഇത് വളരെ ശരിയാണെന്ന് ഇന്ന് ഞാൻ നാളെ നീ എന്ന കവിതയുടെ പൂർണ്ണ വായനയിൽ വ്യക്തമാകുന്നു. എല്ലാ മനുഷ്യരെയും അലട്ടുന്ന ഒരു ദാർശനിക വിഷയത്തെ വൈയക്തികമായി സമീപിക്കുകയാണ് ജി ഈ കവിതയിൽ ചെയ്തത്. ജയശങ്കർ കുറുപ്പിൻ്റെ എല്ലാ ദർശനങ്ങളെയും സ്വാധീനിച്ച മൃത്യുബോധം രൂപപ്പെടുത്തിയ കവിതകളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഇന്ന് ഞാൻ നാളെ നീ. ആ വഴിക്കപ്പോൾ ഒരു ദരിദ്രന്റെ നിർജീവമാം ദേഹമടക്കിയ പെട്ടി പോയി. ഇല്ലാ പെരുമ്പറ ശുദ്ധയാം വിശ്വസ്തവല്ലഭ തന്നുടെ നെഞ്ചിടിപ്പെന്നിയേ. ഇല്ല പൂവർഷം വിഷാദം കിടന്നല തല്ലുന്ന പൈതലിൻ കണ്ണുനീരെന്നിയേ. വന്നു തറച്ചിടൻ കണ്ണിലാ പെട്ടിമേൽ നിന്നു മാറക്ഷരം ഇന്നു ഞാൻ നാളെ നീ. ഒന്നു നടുങ്ങി ഞാൻ ആ നടുക്കം തന്നെ മിന്നുമുടുക്കളിൽ ദൃശ്യമാണിപ്പോഴും. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഇന്ന് ഞാൻ നാളെ നീ എന്ന കവിതയെക്കുറിച്ചുള്ള പരിപാടിയുടെ 2ാം ഭാഗമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്തത്. കവിത ചൊല്ലിയ ജ്യോതിബായ് പരിയാടത്ത്, സ്മിത പി മേനോൻ, ആറാട്ടുപുഴ ഹക്കീം എന്നിവരോടും കവിതാരാമം, കായും സുഗയം എന്നീ യൂട്യൂബ് ചാനലുകളോടും ഉള്ള കടപ്പാട് രേഖപ്പെടുത്തട്ടെ. എല്ലാ റേഡിയോ ബൻസികർ ശ്രോതാക്കൾക്കും നന്ദി.
ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വാക്കിലോതി വളർന്നു മലയാളം. സാഹിത്യത്തിന്റെ നിറവ്. എത്ര സുന്ദരം എന്റെ മലയാളം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ആർ എസ് രാജീവ്. ഒരു സ്വർണമാലിക പോൽ